ലീവിന് വന്നതിന് ശേഷം എൻ്റെ ബ്രദേഴ്സൊക്കെ പറയുന്നു നമുക്കൊരു ടൂറ് പോകാമെന്ന്. ഞാനും ഒന്ന് നോക്കിയില്ല, അങ്ങ് ഓക്കെ എന്നങ്ങ് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തത് ഊട്ടിയിലേക്കാണ്. ഊട്ടിയിൽ പോകേണ്ട പാസ്സൊക്കെ എടുത്ത് നമ്മൾ രാവിലെ നേരത്തെ തന്നെ നമ്മൾ പുറപ്പെട്ടു. 2 ദിവസത്തെ യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ യാത്ര പുറപ്പെട്ടു. വയനാട്ടിലെത്തിയപ്പോഴേക്കും നല്ല മഴ ഉണ്ടായിരുന്നു. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നീട് പോയത് സുൽത്താൻ ബത്തേരിയുള്ള മത്തായിസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ 3 മണിക്കാണ് എത്തിയത്. അങ്ങനെ അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് നമ്മൾ യാത്ര തുടർന്നു. അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഴ പെയ്തതിനാൽ തന്നെ റോഡും അതുപോലെ തന്നെ ചുറ്റുപാടുമൊക്കെ കാണാൻ നല്ല അതിമനോഹരമായി തന്നെ ഉണ്ടായിരുന്നു. നീലഗിരി പന്തല്ലൂർ എത്തിയപ്പോഴേക്കും മഴ പെയ്തതിനാൽ തന്നെ അവിടെ നല്ല കോടമഞ്ഞൊക്കെ കണ്ട് നമ്മൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തി നമ്മൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ആ സമയം നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും പുറപ്പെട്ടു പിന്നീട് നമ്മൾ നിർത്തിയത് ഉദകമംഗലം പൈൻ ഫോറസ്റ്റിന്റെ അടുക്കെയാണ്. ഉദകമംഗലം എത്തിയപ്പോഴേക്കും ഏകദേശം 5:30 ആയിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ യാത്ര ആയതിനാൽ നമ്മൾ പതുക്കെ നിർത്തിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്നും യാത്ര തുടർന്ന് അരമണിക്കൂറിന് ശേഷം നമ്മൾ നെടുവട്ടം ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്നും ചായയും വടയും കഴിച്ച് പിന്നീട് നമ്മൾ യാത്ര തുടർന്നു. നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയ നിമിഷം മുതൽ എല്ലാ നിമിഷവും നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു. നമ്മുടെ ഓരോ യാത്രയിലും ഓരോ നിമിഷവും നമ്മൾ ആസ്വദിച്ച് യാത്ര ചെയ്യുക. അങ്ങനെ അവസാനം നമ്മൾ റൂമിലെത്തി. പിന്നീട് നമ്മൾ ഡ്രസ്സൊക്കെ അവിടെ വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ബ്രദറും കൂടി നമ്മുടെ റൂമിനടുക്കുള്ള ജെ റെസ്റ്റോറൻറ്റിൽ കയറി പൊറോട്ടയും വെജ് കുറുമയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഊട്ടിയിലെ ചിലവ് നമുക്കറിയാം, അത്യാവശ്യം കുറച്ച് എക്സ്പെൻസ് ആയിട്ടുണ്ടായിരുന്നു. ഫാമിലിക്കുള്ള ഫുഡും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്ത റൂമിൽ കിച്ചൺ ഉള്ളത് കൊണ്ട് ചായപ്പൊടിയും പഞ്ചസാരയും അടുത്തുള്ള ഷോപ്പിൽ നിന്നും വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ തിരികെ റൂമിലേക്ക് പോയി. ഞാനും എൻ്റെ 2 ബ്രദറും പിന്നെ അവരുടെ വൈഫുമാണ് ഉണ്ടായിരുന്നത്. അവരുടെ കുട്ടികളും നല്ല ഹാപ്പി ആയിരുന്നു. അവരുടെ കളിയും ചിരിയും അവർക്കുള്ള സന്തോഷവും കണ്ട് നമ്മളും ഹാപ്പിയായി. ആ സമയത്തേക്കും നമ്മുടെ അമ്മായിമാർ ചായ ആക്കിയിട്ടുണ്ടായിരുന്നു. ചായയും കുടിച്ച് ഡേ 1 വൈൻഡപ്പ് ചെയ്തു. ഊട്ടിയിലെ 2ാമത്തെ ദിവസമായ ഇന്ന് പുലർച്ചെ നേരത്തെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ചായ കുടിക്കാൻ വേണ്ടി അടുത്തുള്ള ബേക്കറിയിൽ പോയി. അവിടെ എത്തി നമ്മൾ ഓർഡർ ചെയ്തത് ചായയും അതുപോലെ തന്നെ ബ്രെഡ് സാൻഡ്വിച്ചുമാണ്. അതിൻ്റെ രുചി നോക്കുവാൻ വേണ്ടി ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് 1 പീസ് മാത്രമാണ്. അത് 4 പീസായി അവർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾക്ക് തന്നത്. അത്യാവശ്യം നല്ല രുചിയുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് നമ്മൾ റൂമിൽ വന്നപ്പോഴേക്കും കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയും കൂട്ടി നമ്മൾ റൂമിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് റൂമിൽ ചെന്ന് ഫ്രഷായി പിന്നീട് നമ്മൾ റൂമിൽ നിന്നും വെക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ തയ്യാറെടുത്തു. ഏകദേശം 10 മണിയാകുമ്പോഴേക്കും നമ്മൾ റൂമിൽ നിന്നും വെക്കേറ്റ് ചെയ്തു. പിന്നീട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് സ്പോട്ടായ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുവാൻ വേണ്ടി നമ്മൾ യാത്ര പുറപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സ്പോട്ട് എത്തിയിട്ട് അവിടെ നിന്നും കഴിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. റൂമിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തന്നെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. 10:30 ആയപ്പോഴേക്കും നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. കാർ പാർക്കിങ്ങിനടുക്കുള്ള ഒരു ഹോട്ടലിൽ കയറി നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്തു. മസാല ദോശയിലെ മസാല കുറവാണെങ്കിലും പൈസ കുറവുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ച് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയി. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ അവിടെ എൻ്റർ ചെയ്തപ്പോഴേക്കും ഏകദേശം 11 മണിയായിട്ടുണ്ടായിരുന്നു. തണുപ്പ് അപ്പോഴേക്കും കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്നും അടുത്ത സ്പോട്ടായ കർണാടക ഗാർഡനിലേക്ക് 12 മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്നും റിട്ടേൺ ചെയ്തു. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും കർണാടക ഗാർഡനിലേക്ക് ഏകദേശം 20 മിനിറ്റ് സഞ്ചരിക്കാനുണ്ട്. മുൻപ് 2 തവണ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കർണാടക ഗാർഡനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ അവിടെ നിന്നും നമ്മൾ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം നല്ല കാഴ്ചകൾ അവിടെ കാണാനും ഉണ്ടായിരുന്നു. ചെടികളൊക്കെ പ്രത്യേക രീതിയിലും അതുപോലെ തന്നെ പ്രത്യേക ഷേപ്പിലുമാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നും യാത്ര പുറപ്പെട്ട് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് നമ്മൾ ഒരു ഹോട്ടലിൽ കയറി. അവിടുത്തെ മീൽസിൻ്റെ പ്രൈസൊക്കെ കേട്ട് നമ്മൾ നെട്ടിയിരിക്കുകയാണ്. അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് നമ്മൾ പിന്നീട് പോയത് ടീ ഫാക്ടറിയിലേക്കാണ്. അവിടെ ഏകദേശം 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് നമ്മൾ പിന്നീട് യാത്ര പുറപ്പെട്ടു. അപ്പോഴേക്കും ഏകദേശം 5:30 ആയിട്ടുണ്ടായിരുന്നു. അസർ നമസ്കരിക്കുവാൻ വേണ്ടി അടുത്തുള്ള പള്ളിയിൽ കയറി നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഈ യാത്രയിൽ നമ്മൾ വളരെയേറെ സന്തുഷ്ടനായിരുന്നു. കാരണം ഒരുപാട് മെമ്മറീസ് നമ്മൾക്ക് ഇതിൽ നിന്നും കിട്ടി. തിരിച്ചുള്ള യാത്രയിൽ അത്യാവശ്യം കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും നെടുവേട്ടം എത്തി. അവിടെ നിന്നും ചായയൊക്കെ കുടിച്ച് നമ്മൾ ആദ്യം യാത്ര തുടർന്നു. തുടർച്ചയായ 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ശിവപുരമുള്ള ഒരു പള്ളിയിൽ നിന്നും കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ പിന്നീട് യാത്ര തുടർന്നു. അങ്ങനെ ഏകദേശം പാപ്പിനിശ്ശേരി എത്തിയപ്പോഴേക്കും 2 മണിയായിട്ടുണ്ടായിരുന്നു. അവിടെ തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഈ ഊട്ടി യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചു. ഈ യാത്ര നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പകർന്നു നൽകി.
ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇവിടെ വരെ കണ്ട എല്ലാവർക്കും നന്ദി. ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ, താങ്ക് യു.